ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചുള്ളിപ്പണിൻ്റെ ഒരു പാർട്ട് 2 ആണേ. അപ്പം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റൂമിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരുതി പെയിൻ്റ് അടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പാൻ്റെ കൂടെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവർ വരുമ്പോഴേക്കും 3 റൂമത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പെയിൻറ്റിങ് പണി ആയതുകൊണ്ട് തന്നെ നമ്മളെ തട്ടിക്കൊട്ടലൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 റൂമിലത്തെ സാധനങ്ങളൊക്കെ ഹാളിലാണ് മാറ്റിയിട്ടുള്ളത്. 3 റൂമത്തെ സാധനങ്ങളൊക്കെ ഹാളിലായതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് ഉണ്ടായിട്ടുള്ളൂ നടക്കാനൊക്കെ. ഹാളിലൊക്കെ നിറയെ സാധനങ്ങളായിരുന്നു കേട്ടോ. 2 റൂമും ഓരോ കോട്ടടിച്ച് കഴിഞ്ഞ് 3-ാമത്തെ റൂം പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സഫാൻ കാക്കയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സഫാൻ കാക്ക പെയിൻ്റ് അടിക്കുന്നത് നോക്കിക്കൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന്. എല്ലാ റൂമിലും പൊട്ടിയ സ്ഥലത്തൊക്കെ പൊട്ടിയിട്ടിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. അങ്ങനെ പെയിൻറ് പണിയൊക്കെ നല്ല ഉഷാറായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാതിൽ കട്ടറിൻ്റെ അടിഭാഗം ചെതൽ വന്ന് കേടായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്ലാമ്പ് വെച്ച് ഇപ്പം റെഡിയാക്കിയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല പെയിൻറ്റിങ് പണിയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡി ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉമ്മാൻ്റെ മൂത്തമ്മാൻ്റെ മോളെ കുടിൽക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോണോണ്ട് പെയിൻറ്റിങ് അടുക്കുള്ള ഫുഡൊക്കെ വെച്ചിട്ടാണ് പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എളാപ്പൻ്റെ കൂടെ ഞങ്ങൾ പോണത് കേട്ടോ. എളാപ്പൻ ഞാൻ വീഡിയോ എടുക്കണ കണ്ട പാടെ യോയോ കാട്ടി നിൽക്കായിരുന്നു കേട്ടോ. എളാപ്പ വീഡിയോ എടുക്കുന്നതൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. അവരെ വീട് പറവണ്ണയാണ് കേട്ടോ. അവരുടെ വീട് എത്താനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറം വീഡിയോ എടുത്തതാണ്. അപ്പം ഞങ്ങൾക്ക് ഓരോ വീട് അറിയാത്തതുകൊണ്ട് മൂത്തമ്മാൻ്റെ മോന് അവിടെ വന്ന് കാത്തു നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൗസ് വാമിങ്ങുള്ള വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. നല്ല ചൂടായതുകൊണ്ട് കുടിക്കാനൊക്കെ ഉള്ള വെള്ളം തന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അവിടെ. അവരെ കുടുംബക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള വീഡിയോസ് ഞാൻ അധികം എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റായിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുടെ എത്തിയോണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതാണ് അവരെ മുൻഭാഗം. അപ്പം ഇത് വല്യമ്മയും മൂത്തന്മാരൊക്കെ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. മുകളിലേക്ക് ഒരു വീട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതൊരാൾ കൊടുത്ത വാഷിംഗ് മെഷീനാണ് കേട്ടോ. അപ്പം ഞാൻ ഹാളിൽ മിറർ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ചിക്കൻ മന്തിയും ചിക്കൻ ബിരിയാണി ആയിരുന്നു.
അപ്പം ഞാൻ മന്തിയാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. എളാപ്പാൻ്റെ ഓട്ടോ അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളാപ്പാൻ്റെ കൂടെയാണ് തിരിച്ച് വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും സിറ്റ് ഔട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴത്തേക്കും സിറ്റ് ഔട്ടൊക്കെ പെയിൻ്റ് അടിച്ച് കഴിയാനായിക്കണേ. ഞങ്ങൾ പോയി വന്ന ക്ഷീണത്താൽ ഹാളത്തെ സാധനങ്ങൾ കണ്ടപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പണിയൊക്കെ കഴിയാൻ. അങ്ങനെ ഹാളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല അടിച്ചു വരി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിൽ ബെഡൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ, അതിൻ്റെ കവറുകളൊന്നും ഇട്ടിട്ടില്ല. എല്ലാ റൂമുകളും പിന്നെ ഹാളൊക്കെ അടിച്ചു വാരി വെച്ചിട്ടുള്ളൂ. ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഓൻ ജസ്റ്റ് ഒന്ന് ഡാൻസ് കളിച്ചതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.